നിറകണ്ണുകളോടെ കുരുന്നുകൾക്ക് യാത്രാമൊഴി നൽകി കാളാട് ഗ്രാമം. കോരങ്ങത്ത് ഷറഫുൽ ഇസ്ലാം മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൻ ജനവലിയുടെ സാന്നിധ്യത്തിൽ കോരങ്ങത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്തു. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് കുരുന്നുകളെ ഒരു നോക്ക് കാണാൻ എത്തിയത്. നിറമിഴികളോടെ നിറവതൂർ കാളാട് ഗ്രാമം കുരുന്നുകൾക്ക് യാത്രാമൊഴി നൽകി. കളിക്കൂട്ടുകാരായ അഷ്മീലിനും അജ്ലാനും കോരങ്ങത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 11ഓടെയാണ് വീടുകളിലെത്തിച്ചത്. വിദ്യാർത്ഥികളുടെ ആകസ്മിക വിയോഗ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് ഇരുവരുടെയും വീടുകളിലെത്തിയത്. ബന്ധുക്കളോടൊപ്പം സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും കുട്ടികളുടെ ഓർമ്മകളിൽ വിതുമ്പലടക്കാൻ പാടുപെട്ടു. لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم കോരങ്ങത്ത് ഷറഫുൽ ഇസ്ലാം മദ്രസയിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. സഹപാഠികളും നാട്ടുകാരും അധ്യാപകരും അടക്കം നിരവധി പേരാണ് കുരുന്നുകളെ ഒരു നോക്ക് കാണാനായി എത്തിയത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. കൂട്ടുകാർക്കൊപ്പം കനാലിൽ കുളിക്കാനെത്തിയതായിരുന്നു അഷ്മിലും അജ്ലാൻ സിദ്ദീഖും. കനാലിൽ ഇറങ്ങിയ ഇരുവരും ചളിയിൽ കുടുങ്ങിയത് കണ്ട മറ്റു കൂട്ടുകാർ ബഹളം കൂട്ടിയതോടെയാണ് നാട്ടുകാർ ഓടിയെത്തിയത്. കനാലിൽ ഇറങ്ങി ഇരുവരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിരവധി മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഷ്മിൽ. കോരങ്ങത്ത് ഷറഫിയ ഇംഗ്ലീഷ് സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അജ്ലാൻ സിദ്ദീഖ്. മന്ത്രി വി അബ്ദുറഹ്മാൻ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ചു. ടി മുഹമ്മദ് ബഷീർ MP, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി, CPM ജില്ലാ സെക്രട്ടറി അംഗം E ജയൻ, ഏരിയ സെക്രട്ടറി സമദ്, മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP അഷ്റഫ്, അഡ്വക്കേറ്റ് PP റൌഫ്, DC സെക്രട്ടറി O രാജൻ, അബൂബക്കർ സക്കാഫി പുത്തൻതെരു, അബ്ദുൽ സലാം ഹസനിക്കൊപ്പം ഹക്കീം ഫൈസി കാളാട് തുടങ്ങിയ ഒട്ടേറെ പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ഈ രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ വലിയ കലാലിലൂടെ കുളിക്കാൻ പോയ സമയത്ത് വന്നപ്പോൾ ഒരു അപകടം ഈ നാടാകെ ദുഃഖിക്കുകയാണ്. ഞാനിപ്പോൾ അവിടെ പോയി 2 കുട്ടികളെയും കണ്ടു. ആദ്യമായിട്ട് അവരുടെ പരലോക ജീവിതം നന്നാക്കി കൊടുക്കട്ടെ. ഏറ്റവും രക്ഷിതാക്കളുടെ സങ്കടം എന്ന് പറയാനില്ല. അവർക്കും ഒരു മനസ്സമാധാനം ദൈവം കൊടുക്കട്ടെ. ഇതുപോലുള്ള ഒരു അപകടം തീർച്ചയായിട്ടും സങ്കടകരമാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്. ദൈവം ആ കുഞ്ഞുങ്ങൾക്ക് പരലോകം നന്നാക്കി കൊടുക്കട്ടെ. മാത്രമല്ല ഇതിൻ്റെ രക്ഷിതാക്കൾക്ക് ഈ നാടിൻ്റെ മൊത്തത്തിലുള്ള ദുഃഖമാണ്. ദുഃഖത്തിന് സഹിക്കാനുള്ള ഒരു കഴിവും മനസ്സിലുണ്ടായിട്ട് എന്ന് ഞാൻ